പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിലിമിനറി എക്സാം 2025 മെയ് 24 നടത്തപ്പെടുകയാണല്ലോ. ഇപ്പോൾ ഓൾറെഡി ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ടൈമാണ്. വേഗം തന്നെ എല്ലാവരും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ സിലബസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. എങ്കിലും ഞാൻ ആ സിലബസ് വെച്ചുകൊണ്ട് ഉള്ള ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹിസ്റ്ററി 10 മാർക്കിൻ്റെ ആണ്. അതിൽ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അതിൽ കേരള ഹിസ്റ്ററിയിൽ ഉള്ള അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. അപ്പോൾ ഇത്രയുമാണ് കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാവുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ. ഇതിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ അടങ്ങിയ ഒരു വീഡിയോയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആധുനിക തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാരെ, തിരുവിതാംകൂർ രാജാക്കന്മാരെയാണ് വഞ്ചി ഭൂപതി എന്ന് അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ രാജവംശ സ്ഥാപകനാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നാണ് തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭ ദാസന്മാർ. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭ ദാസന്മാർ എന്നാണ്. കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. നായർ ബ്രിഗേഡ് എന്ന പട്ടാളം എവിടത്തേതാണ്? തിരുവിതാംകൂറിലെയാണ് നായർ ബ്രിഗേഡ് എന്ന പട്ടാളം. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമാണ് വഞ്ചിശ മംഗളം. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം എന്താണ്? വഞ്ചിശ മംഗളം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്താണ്? ശംഖ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ചാട്ടവരിയോലകൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ചാട്ടവരിയോലകൾ. ചാട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് ദിവാൻ മൺട്രോയാണ്. ചാട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് ദിവാൻ മൺട്രോയാണ്. തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത് കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? കേണൽ മൺട്രോയാണ്. പിന്നെ ചാട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് ദിവാൻ മൺട്രോയാണ്. ഇനി തിരുവിതാംകൂറിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാട്. തിരുവിതാംകൂറിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണ്. ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം 1730 തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം. 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീര കേരളവർമ്മ.
1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്കര രാജാവ് ആരാണ്? വീര കേരളവർമ്മ. ഉദയഗിരി കോട്ട പുതുക്കിപ്പണിത ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ഉദയഗിരി കോട്ട പുതുക്കിപ്പണിത ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മ. ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? വീര രവിവർമ്മ. വേണാട് രാജാവാണ് ഉദയഗിരി കോട്ട നിർമ്മിച്ചത്. അത് പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയാണ്. 1742 മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി. 1742 മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി. കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഇളയിടത്ത് സ്വരൂപം, അതായത് കൊട്ടാരക്കരയെയാണ് ഇളയിടത്ത് സ്വരൂപം എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മ ഇളയിടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം 1741. മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം 1742 മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം. തെക്കുംകൂർ വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. തെക്കുംകൂർ വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ കായംകുളം, അതായത് ഓടനാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കായംകുളം പിടിച്ചടക്കിയത് ഏത് യുദ്ധത്തിലാണ്? 1746 പുറക്കാട് യുദ്ധത്തിലാണ്. മാർത്താണ്ഡവർമ്മ കായംകുളം അല്ലെങ്കിൽ ഓടനാട് പിടിച്ചടക്കിയത് ഏത് യുദ്ധത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 1746 പുറക്കാട് യുദ്ധത്തിലാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയായിരുന്നു ഏത്? വേണാട് ഉടമ്പടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരനാണ്. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? പള്ളിയാടി മല്ലൻ ശങ്കരൻ. മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുത വാര്യർ. മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുത വാര്യരായിരുന്നു. കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവി ആരായിരുന്നു? കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു എന്നാണ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ എന്താണ്? മാർത്താണ്ഡവർമ്മയുടെ ആയിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണശർമ്മൻ. തിരുവിതാംകൂറിൽ പതിവ് കണക്കു സമ്പ്രദായം ബജറ്റ് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ പതിവ് കണക്കു സമ്പ്രദായം അല്ലെങ്കിൽ ബജറ്റ് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ആഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത് 1741 ആഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? ഡിലനോയ്.
തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായ വിദേശിയായിരുന്നു ഡിലനോയി. വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെട്ടിരുന്നതും ഡിലനോയിയാണ്. ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ്. തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതോടെ